വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ് ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. സംസ്ഥാന GST വകുപ്പിൽ ഇതാ അസാധാരണമായ ഒരു ഉത്തരവ്. പാലക്കാട് GST എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരെ മുഴുവൻ സ്ഥലം മാറ്റിയിരിക്കുകയാണ്. ദുരൂഹ ഇടപാടുകളെ തുടർന്നാണ് 15 ഉദ്യോഗസ്ഥരെ GST എൻഫോഴ്സ്മെന്റ് മാറ്റിയിരിക്കുന്നത്. 3.5 ലക്ഷം കൈക്കൂലി വാങ്ങുന്നതിനിടെ GST ഉദ്യോഗസ്ഥൻ പാലക്കാട് വിജിലൻസിന്റെ പിടിയിലായിരുന്നു. GST അഡീഷണൽ കമ്മീഷണർ പുറത്തിറക്കിയ ഉത്തരവിന്റെ പകർപ്പ് റിപ്പോർട്ടർ ലഭിച്ചിട്ടുണ്ട്. മാസപ്പടി കൈപ്പറ്റിയവരെയാണ് കൂട്ടത്തോടെ സ്ഥലം മാറ്റിയതെന്നാണ് സൂചന. മറ്റ് ജില്ലകളിലുള്ളവരെ ഉടൻ നിയമിക്കാനും നിർദ്ദേശം നൽകിയിരിക്കുന്നു. സംസ്ഥാന അതിർത്തി പങ്കിടുന്ന പാലക്കാട് ജില്ലയിൽ നികുതി വെട്ടിപ്പ് കണ്ടെത്താൻ ചുമതലപ്പെട്ടവരാണ് നടപടിക്ക് വിധേയരായത്. TV പ്രസാദാണ് ചേരുന്നത് വിശദാംശങ്ങളുമായി. TV പ്രസാദ്, ഒരാൾ അന്ന് പിടിയിലായി, പക്ഷേ ആ പാതയിൽ തന്നെയാണ്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു തട്ടിപ്പിന്റെ ദുരൂഹ ഇടപാടുകളുടെ ഒരു വ്യാപ്തി എന്താണ് എന്ന ചോദ്യത്തിനൊരു ഉത്തരം കൂടിയാണെന്ന് തോന്നുന്നു ഈ സ്ഥലം മാറ്റ ഉത്തരവല്ലേ. 15 പേരെയാണ് GST എൻഫോഴ്സ്മെന്റ് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്. അതെ വിനീത, 15 പേര് എന്ന് പറയുന്നതിനേക്കാളും ആ ജില്ലയിലെ മുഴുവൻ എൻഫോഴ്സ്മെന്റുകാരെയും മാറ്റി എന്നുള്ളതാണ്. അങ്ങനെയാണ് ഈ 15 പേരുടെ കണക്ക് വരുന്നത്. പാലക്കാട് ജില്ലയിൽ ജോലി ചെയ്തിരുന്ന 15 GST ഉദ്യോഗസ്ഥന്മാരെയും മറ്റ് ജില്ലകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടുള്ള ഒരു അസാധാരണ ഉത്തരവ്. സമീപകാലത്തൊന്നും ഇങ്ങനെ ഒരു ജില്ലയിലും എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരെ പൂർണ്ണമായും മാറ്റുന്ന രീതി ഉണ്ടായിരുന്നില്ല. ഈ ഉദ്യോഗസ്ഥരെ മാത്രമല്ല വിനീത, ഇവരുടെ വാഹനങ്ങൾ കൈകാര്യം ചെയ്തിരുന്ന ഡ്രൈവർമാരെയും മാറ്റാനുള്ള തീരുമാനം. അതായത് ദുരൂഹമായ ഇടപാടുകൾ ഉണ്ട് എന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊരു തീരുമാനം GST എടുക്കുന്നത്. ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം നേരത്തെ വിനീത പറഞ്ഞതുപോലെ 3.5 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ ഒരു GST എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥനെ കഴിഞ്ഞ ദിവസം പിടികൂടിയിരുന്നു. വിജിലൻസ് അറസ്റ്റ് ചെയ്തിരുന്നു. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് 24 ലക്ഷം രൂപയായിരുന്നു ആകെ നികുതി. ആ നികുതിയിൽ കുറവ് വരുത്തണമെങ്കിൽ തനിക്ക് 3.5 ലക്ഷം രൂപ കൈക്കൂലി തരണം എന്നാണ് GST എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത്. അങ്ങനെ 3.5 ലക്ഷം രൂപ കൊണ്ടുകൊടുക്കുന്ന സമയത്തായിരുന്നു വിജിലൻസ് അദ്ദേഹത്തെ, ആ ഉദ്യോഗസ്ഥനെ പിടികൂടിയത്. അതിനർത്ഥം വിനീത, സംസ്ഥാനത്തെ ഖജനാവ് സംരക്ഷിക്കേണ്ട വിഭാഗമാണ് GSTയുടെ എൻഫോഴ്സ്മെന്റ്. അതായത് ബില്ലില്ലാതെ പോകുന്ന ലോഡുകൾ പിടിച്ചെടുത്ത് അതിന്റെ നികുതി സർക്കാരിലേക്ക് അടപ്പിക്കാൻ ചുമതലപ്പെട്ട പാലക്കാട് ജില്ലയ്ക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട്. അത് സംസ്ഥാന അതിർത്തി പങ്കിടുന്ന ജില്ലയാണ്. അവിടുത്തെ മുഴുവൻ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരെയും മാറ്റാനുള്ള ഉത്തരവിൽ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഈ ഉത്തരവിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിറവേറ്റണം എന്നുള്ളത്. ഈ 15 പേരെയും മാറ്റിയിരിക്കുന്നത് എൻഫോഴ്സ്മെന്റിലേക്കല്ല എന്നുള്ളതും ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ്. അങ്ങനെ ഒരുപക്ഷെ പാലക്കാട് വഴി കോടികളുടെ നികുതി ചോർച്ചയ്ക്ക് കാരണമായവരാണ് ഇവർ എന്നുള്ളത് കൊണ്ടായിരിക്കണം ഇങ്ങനെ ഒരു അസാധാരണ ഉത്തരവ് GST വകുപ്പിൽ നിന്നുണ്ടായത്. നമുക്ക് നേരത്തെ അറിയാം വിനീത, റിപ്പോർട്ടർ തന്നെ പുറത്തു കൊണ്ടുവന്ന വാർത്തയാണ്. GST ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരുടെ പഞ്ചനക്ഷത്ര പരിശീലനത്തെ സംബന്ധിച്ച് അന്ന് ആഡംബരം ആയിക്കൊണ്ട് 60 ലക്ഷത്തിലേറെ രൂപ ചെലവഴിച്ച് അന്ന് അവിടെ പരിശീലനം നടത്തിയപ്പോൾ അത് പുറത്തു കൊണ്ടുവന്നതിന്റെ പിന്നാലെ ഓപ്പറേഷൻ പാം ട്രീ എന്ന് പറഞ്ഞ് ഈ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരെ പങ്കെടുപ്പിച്ചുകൊണ്ട് പാലക്കാട്ട് ഒരു വലിയ റെയ്ഡ് നടത്തി. അന്ന് GSTയിലെ ഉദ്യോഗസ്ഥർ അന്ന് പറഞ്ഞത് ഈ റെയ്ഡിന് വേണ്ടിയായിരുന്നു ഈ പരിശീലനം എന്നൊക്കെയാണ്. അതേ പരിശീലനത്തിൽ പങ്കെടുത്ത 15 പേരെയാണ് ദുരൂഹ ഇടപാടുകളെ തുടർന്ന് അവിടെ നിന്ന് മാറ്റിയിരിക്കുന്നത്. അസാധാരണമായ നീക്കമാണ്. സർക്കാരിന്റെ ഖജനാവ് അല്ലേ? കാരണം ഒരു ജില്ലയിലെ ഇത്രയധികം ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റിയത് എന്തിനെന്ന ചോദ്യമുണ്ട്. മാത്രവുമല്ല, ഇങ്ങനെ മാസപ്പടി വാങ്ങിയതിനാണ് സ്ഥലം മാറ്റിയതെങ്കിൽ ഇപ്പോൾ പ്രസാദ് പറഞ്ഞതുപോലെ അതിർത്തി ജില്ലയാണ്, തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന ജില്ലയാണ്. അവിടെ എന്തൊക്കെ തരത്തിലുള്ള തട്ടിപ്പ് നടക്കുന്നു, ഏതൊക്കെ തരത്തിൽ ഇങ്ങനെ പണം വാങ്ങുന്നു, അത് സംബന്ധിച്ചൊക്കെ വിശദമായ ഒരു അന്വേഷണം കൂടി നടത്തേണ്ടതാണ് അല്ലേ TV പ്രസാദ്? ഉറപ്പായും വിനീത, പക്ഷെ അങ്ങനെ ഒരു അന്വേഷണത്തിലേക്ക് പോകാനുള്ള സാധ്യതയില്ല. കാരണം നമുക്കറിയാവുന്നതുപോലെ ഇത്തരം അതിർത്തി സംസ്ഥാനങ്ങൾ പങ്കിടുന്ന ഓഫീസുകളിൽ ഉള്ള എൻഫോഴ്സ്മെന്റ് ജീവനക്കാരിൽ വലിയൊരു വിഭാഗവും ഭരണ നേതൃത്വത്തോട് ചേർന്ന് നിൽക്കുന്നവരും അതല്ലെങ്കിൽ CPIM-നോട് ചേർന്ന് നിൽക്കുന്നവരുമാണ് പലപ്പോഴും ഉണ്ടാകാറുള്ളത്. അതുപോലെ തന്നെ ഭരണാനുകൂല സർവീസ് സംഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ടവരാണ് ഈ പദവികളിലെല്ലാം ഇരിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മറ്റൊരു നടപടിയിലേക്ക് പോകാനുള്ള സാധ്യത നിലവിൽ കാണുന്നില്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷേ വലിയ തോതിലുള്ള നികുതി ചോർച്ച
സംസ്ഥാനത്തിന്റെ ഖജനാവിലേക്ക് വരേണ്ട കോടികളാണ് GST ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരുടെ ഈ രീതിയിലുള്ള കൈക്കൂലി കൊണ്ട് നഷ്ടപ്പെടുന്നത് എന്ന് തിരിച്ചറിയാൻ ഇത്രയും കാലം വേണ്ടി വന്നു എന്നുള്ളതാണ്. അതിനൊരു ഉദ്യോഗസ്ഥനെ വിജിലൻസ് പിടികൂടേണ്ടി വന്നു എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ വിനീത, ഇത്രയും കാലം പാലക്കാട് വഴി നമുക്ക് കിട്ടേണ്ട എത്രയേറെ കോടികൾ ഇങ്ങനെ ഒഴുകിപ്പോയിട്ടുണ്ടാകുമെന്നതാണ് ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം. അതുവഴി പോകുന്ന ആക്രിയുടെ ലോഡ്, പ്ലൈവുഡിന്റെ ലോഡ്, സിമെന്റ്, കമ്പി, അങ്ങനെ തുടങ്ങി ഓരോ ലോഡിലും ആയിരക്കണക്കിന് കോടി രൂപയുടെ നികുതി ചോർച്ചയാണ് ഓരോ വർഷവും സർക്കാരിന് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് കണക്ക്. അത് കണ്ടുപിടിച്ച് സർക്കാരിലേക്ക് പിടിച്ചെടുക്കേണ്ട അതിന് ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥരാണ് എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ. അവർ തന്നെ മാസപ്പടി വാങ്ങുകയും ദുരൂഹമായ ഇടപാടുകളിലൂടെ പോവുകയും ചെയ്യുന്നു എന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അസാധാരണമായ ഉത്തരവ്. ഈ 15 പേരെയും എൻഫോഴ്സ്മെന്റിൽ നിന്ന് തന്നെ മാറ്റി മറ്റ് പോസ്റ്റുകളിലേക്കാണ് എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. വിനീത, ശരി, TV പ്രസാദാണ് വിശദാംശങ്ങൾ നൽകിയത്. ഞെട്ടിക്കുന്ന വിവരങ്ങൾ തന്നെയാണ്. പാലക്കാട് GST എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരെ മുഴുവൻ സ്ഥലം മാറ്റിയിരിക്കുകയാണ്. ദുരൂഹ ഇടപാടുകൾ ഉണ്ടെന്ന് സംശയിച്ചുകൊണ്ടാണ് ഈ 15 ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ എന്താണ് ഇടപാടുകൾ? പാലക്കാട് ജില്ലയിൽ നികുതി വെട്ടിപ്പ് കണ്ടെത്താൻ ചുമതലപ്പെട്ടവർക്കെതിരെ എന്തിനാണ് നടപടിയെടുത്തത് എന്നുള്ള ചോദ്യങ്ങൾ കൂടിയുണ്ട്. TV പ്രസാദ് ഉത്തരവടക്കം വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.